എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശിക്ക് വയ്യാതെ റൂമിൽ തന്നെ ഇരിക്കുവാണല്ലോ. ആരൊക്കെയോ വരുന്നുണ്ട് പോകുന്നുണ്ട്. എന്താ സംഭവങ്ങൾ നടക്കുന്നത് എന്നൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് മുത്തശ്ശി റൂമിൽ കിടന്ന് വിളിക്കുവാണ് കമലയെ വിളിച്ചിട്ട് കേൾക്കാതപ്പം രഞ്ജുവിനെയും വിളിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ ഒന്ന് എഴുന്നേക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട്. എന്താണ് എന്ന് അറിയത്തില്ല. അവിടെ നിന്ന് ഒന്ന് എഴുന്നേറ്റ് പോകാനും പറ്റുന്നില്ല. ആരും റൂമിലേക്ക് വരുന്നുമില്ല. ആകെ ടെൻഷൻ അടിച്ച് പയ്യെ പിടിച്ചെഴുന്നേക്കാൻ നോക്കുമ്പം പറ്റുന്നില്ല കേട്ടോ. കൈക്കൊന്നും ബലമില്ല. ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ നടക്കാതെയും കൈ കൊണ്ടൊന്നും ചെയ്യാതെ ഇരിക്കുമല്ലേ. അന്നത്തേക്കും കമല ഓടിപ്പിടിച്ച് റൂമിലേക്ക് വരും. എന്നിട്ട് എന്തിനാണ് ഇവിടെ കിടന്ന് ഈ തൊള്ള തുറക്കുന്നത്? സമയം തിന്നാൻ കൊണ്ട് തരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്നാ വർത്തമാനം അടി ഈ പറയുന്നത്? ഞാൻ എന്നാ പട്ടിയാണോ ഇങ്ങനെ പറയാൻ? എങ്കിലും ഒരു തൊടലൂടെ എൻ്റെ കഴുത്തിലേക്ക് കൊണ്ടിട് എന്ന് പറയുമ്പം, നിങ്ങൾ എന്താ വെച്ചാൽ പറ, എന്തിനാണ് ഇപ്പോൾ വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, പിള്ളേരുടെ കാര്യം എന്തായി? ശിവനും രാജീവനും ഒക്കെ വന്നില്ലേ? എന്നിട്ട് അവരെന്തേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവരിങ്ങോട്ട് വന്നതേ അമ്മയോട് പുന്നാരം പറഞ്ഞിരിക്കാനല്ല, പിള്ളേരെ എങ്ങനെയെങ്കിലും കോടതിയിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവർ കോടതിയിലേക്ക് പോയേക്കുവാ എന്ന് പറയുമ്പം, എന്നിട്ട് എന്തായി, അവരെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം കമല പറയുന്നുണ്ട്, അതൊന്നും അറിയത്തില്ല. ഇവിടുന്ന് പോയ പിന്നെ അവർ ഫോൺ വിളിച്ചൊന്നുമില്ല. ഞാൻ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. ഞാൻ ഒരുത്തി മാത്രമേ ഇപ്പോൾ ഈ വീട്ടിൽ നിലവിലുള്ളൂ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കമലയുടെ ആ തുള്ളൽ കാണുമ്പം. അന്നേരം മുത്തശ്ശി പറയും, നിന്നോടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആ ഹരി എന്ന് പറയുന്നവൻ്റെ സ്വഭാവം ശരിയല്ല, ഉപദേശിക്കണം, അവനെ നേരെ നടത്തണമെന്ന്. അന്നേരം നീയൊന്നും കേട്ടില്ലല്ലോ. അവൻ എന്നൊക്കെ പരിപാടിയാടി ആ അലീനോട് ചെയ്തത്. എന്തൊക്കെ പോക്കൃത്തരം അവളോട് കാണിക്കാൻ തുടങ്ങി. അന്നേ ഞാൻ പറഞ്ഞല്ലായിരുന്നോ, അന്ന് അവനെ നിലയ്ക്ക് നിർത്തുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്തേക്കും കമല, ഇനിയിപ്പോൾ ഹരിയനെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. ഹരി ഇങ്ങനെ ആകാനുള്ള മെയിൻ കാരണം ആ രോഹിത, അവൻ ഒരുത്തനാണ് എൻ്റെ കൊച്ചിനെ കൊണ്ട് ചീത്തയാക്കിയത് എന്ന് പറയുമ്പം മുത്തശ്ശിക്ക് ദേഷ്യം വരുവേ. മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, വളർത്തുഗുണം, അതുകൊണ്ടാണ് അവനിങ്ങനെ ആയതെന്ന് പറയുമ്പോൾ, വളർത്തുഗുണത്തിൻ്റെ കാര്യം എന്നോട് പറയണ്ട. അങ്ങനെയാണെങ്കിൽ സ്വന്തം മോളുടെ മോനും ഈ കൂടെയുണ്ട്, അതറിഞ്ഞില്ലായിരുന്നോ? അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ്റെ കൂട്ട് ഹരിയുമായിട്ടല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുവുള്ളൂ, അത് നേരത്തെ കണ്ടറിയണമായിരുന്നു എന്ന് പറയുമ്പം കമല പറയുന്നുണ്ട്, പിന്നെ നല്ല വളർത്തുഗുണം, അങ്ങനെ വളർത്തിയതാണല്ലോ വൈജയനെ. എന്നിട്ടിപ്പോൾ അവളുടെ ജീവിതം എന്തായി? വീട്ടിൽ നിന്ന് ചാടിപ്പോകുന്നു, കാലൊടിഞ്ഞ് ആശുപത്രിയിലാകുന്നു. എന്നിട്ട് അവളുടെ ജീവിതം എവിടെയാണ് വന്ന് നിൽക്കുന്നത്? മലർന്ന് കിടന്ന് ആരും തുപ്പണ്ട, എല്ലാവരും കണക്കാ എന്ന് പറയുവാണ്. എന്നിട്ടിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ സംഭവിച്ചതെല്ലാം അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ഈ കുടുംബത്തിന് മേൽ വന്ന് വീണ ഈ ഒരു ദുരിതം, ഈ ഒരു നാണക്കേട് ഇനി എന്തെങ്കിലും മാറുമോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, കോടതിയിൽ നിന്ന് അവരാരെങ്കിലും വിളിക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ എന്നോടുകൂടി ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറയുമ്പോൾ, വിളിക്കുവാണെങ്കിൽ പറയാം, അതിനിവിടെ കിടന്ന് ബഹളം വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പം മുത്തശ്ശി പറയുവാണ്, എന്തൊക്കെ ഐശ്വര്യം ഉണ്ടായിരുന്ന കുടുംബമായിരുന്നു, ഐശ്വര്യവും സമാധാനവും എല്ലാം പോയി എന്ന് പറയുമ്പോഴേക്കും കമല പിന്നെയും തിരിച്ച് കയറി വരും. എന്നിട്ട് പറയുവാണ്, അതെ, ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു ഈ വീടിന്. ആ ഒറ്റ ഒരുത്തി വന്ന് കയറിയ പിന്നെ, ഒരുമ്പെട്ടവൾ വന്ന് കയറിയ പിന്നെയാണ് ഈ കുടുംബം ഇങ്ങനെ ആയതെന്ന് പറയുമ്പോൾ, നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? നിൻ്റെ കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, ദേ ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ കാര്യമല്ല, ആ കുലീനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവൾ നിന്ന ആ ഓർഫനേജ് മുടിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ നാശം വിധിച്ചു. അതുപോലെ തന്നെയാണ് വൈജയുടെ വീട്ടിൽ. അവിടുത്തെ അവസ്ഥ കണ്ടല്ലോ. ശരിക്കും വല്ല ജോത്സ്യനെയും വിളിച്ച് വരുത്തി ഒന്ന് നോക്കിച്ചാൽ അറിയാം അവൾ പിശാചാണോ അതോ മനുഷ്യശ്രീയാണോ എന്ന്. എല്ലാം മുടിപ്പിച്ചില്ലേ അവൾ എന്ന് പറഞ്ഞിട്ട് കമല അങ്ങ് ഇറങ്ങി പോവാണ്. അന്നേരം മുത്തശ്ശി തന്നെ ഇരുന്ന് പറയുന്നുണ്ട്, കർമ്മഫലം അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ, എൻ്റെ ഈശ്വര കാത്തോണേ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് പണ്ട് ചെയ്തതെല്ലാം ഇപ്പോൾ പലിശ സഹിതം തിരിച്ചു വരുന്നതാണ് എന്ന്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസുകാർ പ്രതികളെ കൊണ്ടാകാൻ വേണ്ടി വാൻ തിരിച്ച് കയറ്റി ഇടുക കേട്ടോ അകത്തേക്ക്. അന്നേരം അവിടെ വന്ന് നിൽക്കുന്ന നാട്ടുകാർ ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറേ ഈ വാൻ കയറ്റിയിടുന്നത്? അവന്മാരെ ഈ ഒരു വെയിലത്ത് നടത്തിക്കൊണ്ട് പോകണം, ആൾക്കാരെല്ലാം കാണട്ടെ അവന്മാരുടെ മുഖം എന്നിങ്ങനെ പറയുമ്പം അവിടെ നിൽക്കുന്ന ഒരു കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ പ്രതികളെ ആക്രമിക്കാനൊന്നും നിന്നേക്കില്ല, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും, അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരെ അകത്തേക്ക് കയറി പോകും. അന്നേരം അവിടെ നിൽക്കുന്നവർ പറയുന്നുണ്ട്, ഇറങ്ങി വരുമ്പോൾ ഒരു ഇടിയെങ്കിലും കൊടുക്കണം, ഒന്നും പറ്റിയില്ല ഒരു കല്ല് വെച്ച് ഏറെങ്കിലും കൊടുക്കണം, അവന്മാരെ അങ്ങനെ വിടരുത് എന്നൊക്കെ പറഞ്ഞാണ് അവരെല്ലാവരും അവിടെ നിൽക്കുന്നത്. ഈ സമയം രാജീവനും ശിവനോട് അങ്ങോട്ട് വരുന്നുണ്ട്. ആൾക്കാരെല്ലാം നിൽക്കുന്ന കാണുമ്പം ഇനി പ്രശ്നമായാലോ എന്നോർത്ത് അവർ വണ്ടി പുറത്തേക്ക് ഇറക്കിയിട്ടിട്ട് അവിടെ നിൽക്കുവാണ്, അകത്തോട്ട് കയറി വരാതെ. ഈ സമയം അകത്ത് CA ഇറങ്ങി വന്നിട്ടുണ്ട്. CA SIയോടും ബാക്കിയുള്ള കോൺസ്റ്റബിൾമാരോടും ഒക്കെ പറയുന്നുണ്ട്,
പുറത്ത് ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട്, അവർ ചിലപ്പം പ്രതികളെ ആക്രമിച്ചേക്കാം, അങ്ങനൊരു സംഭവം ഉണ്ടാകാതെ ഇവരെ എങ്ങനെയെങ്കിലും വാനിലേക്ക് കൊണ്ടെത്തിക്കണം, ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്, ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. കുഴപ്പമില്ല, ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ആൾക്കാരെല്ലാം വകഞ്ഞു മാറ്റി ഇവർക്ക് പോകാൻ പാകത്തിന് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ബാക്കിയുള്ള പോലീസുകാരെ, പ്രശ്നമില്ല എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ബാക്കി പ്രതികളോട് പുറത്തോട്ട് ഇറങ്ങാൻ പറയുവാണ്. അതിൻ്റെ കൂടെ പറയുന്നുണ്ട് കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണം, കാരണം ഇനി ഇങ്ങോട്ടല്ല നിങ്ങളൊന്നും തിരിച്ചു വരുന്നത്, അതുകൊണ്ട് എല്ലാം എടുത്തോണം എന്ന് പറയും. അന്നേരം എല്ലാവരും ഇറങ്ങും. ഹരിയും എല്ലാം ഇറങ്ങിക്കഴിയുമ്പോഴും ആകെ വിഷമിച്ച് അവിടുത്തെ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിൽക്കുക കേട്ടോ രോഹിത്. അന്നേരം നിനക്ക് മാത്രം എന്താണ് ഇങ്ങോട്ട് ഇറങ്ങാനൊരു ബുദ്ധിമുട്ട്, നിനക്ക് എന്നെ നാണോ ആണോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തും ഇറങ്ങി വരും. ആകെ വിഷമിച്ചാണ് ഇറങ്ങി വരുന്നത്. അന്നേരം എല്ലാവർക്കും ഹാൻഡ് കപ്പിൾ ഇടാൻ പറയുവാണ്. അങ്ങനെ അത് ഇട്ടുകൊണ്ടിരിക്കുമ്പം ഹരി ചോദിക്കും എൻ്റെ ഫോൺ എന്ത് ചെയ്യുന്നത്. അന്നേരം എസ് ഐ പറയും അത് തൊണ്ടി മുതലാണ്, എടാ പീഡിപ്പിച്ചിട്ട് അത് വീഡിയോ എടുത്ത മുതലല്ലേ നീ, നിനക്ക് ഞാൻ തരാം എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതിനുശേഷം ഇവരെ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു. ആ സമയം ആകെ ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ നാട്ടുകാർ. അതിനിടയ്ക്കോടെ ഒരുവിധം ആൾക്കാർ തള്ളിപ്പിടിച്ച് ഇവരെ വണ്ടിക്കകത്തേക്ക് കയറ്റുവാണ്. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് രോഹിത്തൊക്കെ. ഹരിയുടെ പുറത്തുണ്ട് ഒരു ഇടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ആൾക്കാർ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാലും വലിയ പരിക്കുകളില്ലാതെ അവരെ വാനിലേക്ക് കയറ്റുന്നു. എന്നിട്ട് അവിടുന്ന് പോലീസ് വാൻ എടുത്തുകൊണ്ട് ഇറങ്ങി പോരുവാണ്. ഈ സമയം പുറത്ത് ശിവനും രാജീവനും നിൽപ്പുണ്ടായിരുന്നു. അവർ പറയുവാണ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം, നമുക്ക് വണ്ടിക്കകത്തായിരുന്നു, വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം എന്ന് പറയുന്നു. കാരണം പോലീസ് ജീപ്പ് ഇറങ്ങി പോകുമ്പം എന്താണ് സംഭവം നടക്കുന്നത്, നാട്ടുകാരെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ലോ, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. ഏതായാലും അവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. പോലീസ് വാൻ പോകുമ്പോൾ അതിന് പുറകെ ഓടി വരുന്നുണ്ട് കുറേ നേരത്തേക്ക് ആൾക്കാർ. ഏതായാലും ആ പോലീസ് വാൻ അങ്ങ് പോയി കഴിയുമ്പം രാജീവും പറയുന്നുണ്ട് ഇനിയിപ്പം നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് കോടതിയിലേക്ക് പോകാമെന്ന്. അന്നേരം ആകെ വിഷമമാണ് ശിവന്, വേറെ നിവൃത്തിയില്ലല്ലോ. ഏതായാലും വണ്ടിയിൽ കയറി അവർ കോടതിയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം വൈജയന്തി ആകെ ടെൻഷനിലാണ്. കാരണം വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ, അതിൻ്റെ അകത്ത് കിടന്നുകൊണ്ടൊന്നും അറിയാനും പറ്റില്ല. അതുകൊണ്ട് കമലയെ വിളിക്കുവാണ്. കമലയെ വിളിച്ച് വിശേഷം ചോദിക്കുമ്പം കമല പറയുന്നുണ്ട് ഞാൻ ഈ വീടിൻ്റെ അകത്തിരിക്കുമോ, ഞാൻ എങ്ങനെ അറിയാനാ, ഏതായാലും പിള്ളേരെ ഇറക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് രാജീവനും ശിവേട്ടനോട് പോയേക്കുന്നത്, എന്താകും എന്നറിയില്ല എന്ന് പറയുമ്പം അവരെ പുറത്തിറക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത്, എനിക്കറിയാവുന്ന ആൾക്കാരോടൊന്നും ഇതൊന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കാൻ പോയില്ല. ഏട്ടത്തിയുടെ ബന്ധുക്കളിൽ കുറച്ച് പേര് രാഷ്ട്രീയത്തിലൊക്കെ ഇല്ലേ, അവരോടൊന്ന് പറയാൻ മേലായിരുന്നു എന്ന് വയ്ക്കുമ്പം കമല പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വിളിച്ചപ്പം എൻ്റെ അച്ഛനും ആങ്ങളെയും പറഞ്ഞത് ഈ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് ചെന്നേക്കരുത്, ഫോൺ പോലും വിളിച്ചേക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് അതൊന്നും നടക്കുകയില്ല. പിന്നെ ബാലേന്ദ്രനുണ്ടല്ലോ, ബാലേന്ദ്രൻ അറിയാത്ത രാഷ്ട്രീയക്കാരാരാ ഉള്ളത്, ബാലേന്ദ്രനോട് പറയാൻ മേലെ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് ബാലേന്ദ്രനും ഇതിൻ്റെ അകത്ത് ഇടപെടും എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം മകൻ വഴിപിടിച്ച് പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ശാസിക്കാൻ ശ്രമിച്ചതാണ് ബാലേന്ദ്രൻ. അതുപോലെ അലീനയുടെ ആ കേസിൽ ഞാൻ അവനെ നല്ല രീതിയിൽ തല്ലുവും ഒക്കെ ചെയ്തതാണ്, വഴക്ക് പറയുകയും ചെയ്ത് അവനൊന്ന് ഒതുങ്ങിയതാണ്, പിന്നെയും അവനെ കൊണ്ട് ചീത്തയാക്കിയത് ഹരിയാണ് എന്ന് പറയുമ്പോഴേക്കും കമൽക്കത് ഇഷ്ടപ്പെടില്ല. ഹരിയോ, എൻ്റെ മോനെ കൊണ്ട് ചീത്തയാക്കിയത് രോഹിത്താണ്, അവനെ ഇതിനെല്ലാം കാരണം, അലീനയുടെ കേസിൽ പോലും അങ്ങോട്ട് ഹരിയെ വിളിച്ചു വരുത്തിയത് രോഹിത്ത്, അല്ലാതെ എൻ്റെ ഹരി അല്ല എന്ന് പറയുമ്പോൾ ഏട്ടത്തി ഒന്നും അറിയാത്ത രീതിയിൽ അഭിനയിക്കരുത് കേട്ടോ. ആ പെങ്കൊച്ച് ഹരിയുടെ കാമുകിയാണ്, സ്വന്തം കാമുകിയെ വിളിച്ചുകൊണ്ട് പോയി കാറിൽ കയറ്റി വിളിച്ചുകൊണ്ട് പോയി അങ്ങോട്ട്, എന്നിട്ട് കൂട്ടുകാർക്കൂടെ ഇട്ടുകൊടുത്തു. അങ്ങനത്തെ പന്നത്തരമാണ് അവൻ കാണിച്ചത്. അതിൻ്റെ കൂടെ അവൻ രോഹിത്തിനെയും കൂട്ടി. അങ്ങനെ അവൻ്റെ ആ സ്വഭാവ ഗുണം കൊണ്ട് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് എൻ്റെ മകൻ്റെ ഭാവി കൂടിയാണ്, എന്നിട്ട് കൂടുതൽ വർത്തമാനം പറയരുത് എന്ന് പറയുമ്പം കമല പറയുവാണ് ഹരി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും രോഹിത്തിൻ്റെ സപ്പോർട്ടില്ലാതെ അവനൊന്നും ചെയ്യില്ല, ആ രീതിയിൽ നീ സംസാരിക്കേണ്ട എന്ന്. അന്നേരം വൈജി പറയുന്നുണ്ട് ഇനി കൂടുതൽ സംസാരിച്ചുകൊണ്ടുണ്ടെങ്കിലേ ശരിയാകില്ല, അതുകൊണ്ട് ഞാൻ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വൈജയന്തി ഫോൺ വയ്ക്കും. ഫോൺ വെച്ച് കഴിയുമ്പോൾ കമല പറയുന്നുണ്ട് ഫോൺ എടുക്കണ്ടായിരുന്നു, മനുഷ്യൻ്റെ ഉള്ള സമാധാനം കൂടി കളയാൻ എന്ന്. ദേഷ്യം വന്നിരിക്കുവാണ് കമലയ്ക്ക്. പിന്നെയും കാണിക്കുന്നത് ശിവനെയും രാജീവിനെയും തന്നെയാണ്. അവർക്ക് ആകെ വിഷമാട്ടോ. ശിവനാണെങ്കിൽ വണ്ടിയൊന്നും മുന്നോട്ട് എടുക്കാൻ പോലും പറ്റുന്നില്ല, ആകെ വിഷമിച്ച് വണ്ടി കൊണ്ട് നിർത്തിയേക്കുക. അന്നേരം രാജീവൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് കോടതിയിലേക്ക് പോകണ്ടേ എന്ന്. അന്നേരം ശിവൻ പറയും നമ്മൾ ഇവിടെ കണ്ടതിൻ്റെ ഇരട്ടി ആൾക്കാർ കാണും കോടതിയിൽ, അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ ഭ്രാന്തന്മാരാണ്, അവർ വണ്ടി പോലും തല്ലിപ്പൊളിക്കും എന്ന് പറയുമ്പം രാജീവൻ പറയും അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നമുക്കിപ്പോൾ കോടതിയിലേക്ക് പോയല്ലേ പറ്റുള്ളൂ, കുട്ടികൾ തെറ്റ് ചെയ്തു പോയി, അവർക്ക് ശിക്ഷയും കിട്ടും,
അതിനപ്പുറം വേറെ ഒന്നും സംഭവിക്കാതെ നമുക്ക് നോക്കണ്ടേ. ഇനിയിപ്പോൾ അവന്മാരെ നമ്മൾ തള്ളിക്കളഞ്ഞു എന്ന് അവർക്ക് തോന്നരുത്. അതുകൊണ്ട് ജാമ്യം കിട്ടാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണം, അതാണ് ഇപ്പോൾ വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ എന്ത് ചീഞ്ഞ കേസിനും ചേട്ടൻ്റെ കൂടെയും പെങ്ങളുടെ കൂടെയും ഒക്കെ നിൽക്കാൻ ഓടി വരുന്ന ഇങ്ങനെ ഒരു കൊച്ചച്ഛൻ വളരെ അപൂർവമാണ് ഇന്നത്തെ കാലത്ത്. ഏതായാലും രാജീവൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് ശിവൻ പറയുവാണ് ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്ന് നാണം കെട്ടതിൻ്റെ അപ്പുറമായിരിക്കും കോടതിയിൽ. എന്തൊക്കെയാണെങ്കിലും വേണ്ടില്ല, റിമാൻഡ് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു, വേറെ ഒന്നും സംഭവിക്കില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടിയെടുത്ത് കോടതിയിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പ്രൊമോ കാണിച്ചില്ല കേട്ടോ.